സാർ, ഞാൻ ആദ്യമായി ഈ സമൂഹത്തിലെ കാർന്നു തിന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുവാൻ ഈ സഭയിലെ 140 MLA-മാരും വളരെ കാര്യമായി ഈ ചർച്ചയിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട മന്ത്രി അതിന് മറുപടി പറയുകയും ചെയ്തു. ഞാൻ ഈ ചർച്ചയെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യാം. സാർ, 2025-26 വർഷത്തെ കേരള ബഡ്ജറ്റിനെ ഞാൻ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യാം. സാർ, കേന്ദ്ര സർക്കാരിൽ നിന്നും നാം നേരിടുന്ന സാമ്പത്തിക ഉപരോധത്തെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റിനെ മറികടക്കുന്ന കാഴ്ചയാണ് ഈ ബഡ്ജറ്റിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ബാലഗോപാൽ ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. ബഹുമാനായ മന്ത്രി 2025-26 ബഡ്ജറ്റിൻ്റെ ആമുഖമായി തന്നെ പറഞ്ഞിരിക്കുന്നത് സമീപ വർഷങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൽ നിന്ന് തീക്ഷ്ണമായ ഒരു ഘട്ടം കേരളം അതിജീവിക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് സാധിച്ചതെന്ന് നാം ചിന്തിക്കണം. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ മുടക്കം വരാതെ സാമ്പത്തിക വളർച്ച നിലനിർത്തിയ വലിയ നേട്ടമാണ് സാർ കൈവരിച്ചത്. ഈ ബഡ്ജറ്റിലൂടെ വരും വർഷങ്ങളിൽ നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. ഈ പ്രതികൂല സാഹചര്യത്തിൽ നമ്മുടെ സമ്പദ്ഘടന വളർന്നിരിക്കുകയാണ് സാർ. ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ നികുതിയേതര വരുമാന വളർച്ച 17.4%. സാർ, നമ്മുടെ ധനക്കമ്മി 4.04% നിന്ന് 2.9% കുറയ്ക്കുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത അധ്വാനം വളരെ വലുതാണ് സാർ. പൊതുകടം 35.92% നിന്ന് 34.2% കുറയ്ക്കാൻ സാധിച്ചു. കൂടാതെ നമ്മുടെ തനത് വരുമാനം 54,988 കോടിയിൽ നിന്ന് 1,03,240 കോടി രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നത്, അദ്ദേഹം ഒരു മലയോര കർഷക യാത്ര നടത്തിയല്ലോ. ആ യാത്രയിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾ വരുമെന്നാണ് പറയും. സാറേ, കൊടുങ്കാറ്റ് കേരളത്തിലെ അല്ല, ലോകത്തെ ഒരു രാജ്യത്തെ ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല. കൊടുങ്കാറ്റ് വന്നാൽ ആ രാജ്യത്തെ എല്ലാം നശിപ്പിച്ച് കളയും. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾ വീണ്ടും വരും. കൊടുങ്കാറ്റിനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, കൊടുങ്കാറ്റിനെ ജനങ്ങൾ തിരസ്കരിക്കുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത്, 1972 കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി, കോൺഗ്രസിൻ്റെ മന്ത്രിമാർ മാത്രമുള്ള മന്ത്രിസഭയിൽ ഫോറസ്റ്റ് ആക്ട് പാസ്സാക്കിയപ്പോൾ അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരുന്ന സംസ്ഥാനങ്ങളിലിരുന്ന ആ നിയമം കേന്ദ്രം കവർന്നെടുത്തപ്പോൾ നിങ്ങളൊന്നും പറഞ്ഞില്ല. അന്ന് നിങ്ങൾ അതിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തു. കേന്ദ്ര വന നിയമത്തിൻ്റെ പ്രസക്തി, ആ കാര്യം കൂടി നിങ്ങൾ മലയോര കർഷക യാത്രയിൽ പറയേണ്ടതായിരുന്നു. ഈ മലയോര കർഷക യാത്രയിൽ നിങ്ങൾ പറയണമായിരുന്നു, ഞങ്ങളാണ് ഈ നിയമം കൊണ്ടുവന്നത്, അത് തെറ്റിപ്പോയി, ഇപ്പോൾ ആ നിയമത്തിൽ നിന്ന് മാറേണ്ട സമയമായിരിക്കുന്നു. നിങ്ങളുടെ 19 MP-മാർ പാർലമെൻറ്റിലുണ്ടായിട്ട് അവരാരും ഇതിനെപ്പറ്റി അവിടെ പറഞ്ഞില്ലല്ലോ. ഇവിടുത്തെ വന നിയമം പരിഷ്കരിക്കണം, 1972 കേന്ദ്ര വന നിയമം പരിഷ്കരിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ യാത്ര വളരെയധികം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുള്ളത് നിങ്ങൾക്ക് തെറ്റി. ഇവിടെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു നാട് ഒരിക്കലും ഒരു നാശത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കത്തില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുകയാണ് സാർ. ഇവിടെ നമുക്കറിയാമല്ലോ, കിഫ്ബിയുടെ കാര്യത്തെപ്പറ്റി പറഞ്ഞു. എന്താണ് കിഫ്ബി? അങ്കമാലിയിലെ അംഗം ഇവിടെ ഇന്നലെ സഭയിൽ അവതരിപ്പിച്ചല്ലോ. കിഫ്ബിയിൽ അദ്ദേഹത്തിന് നിയോജകമണ്ഡലത്തിൽ കിട്ടിയ തുക പറഞ്ഞാൽ നമ്മളെല്ലാം അത്ഭുതപ്പെടും. 2 പദ്ധതിക്ക് വേണ്ടി മാത്രമായി അങ്കമാലി ബൈപ്പാസിനും മറ്റൊരു പദ്ധതിക്കുമായി 1000-ലേറെ കോടി രൂപയാണ് പ്രിയപ്പെട്ട അങ്കമാലിയുടെ MLA-ക്ക് ഇപ്പോൾ അനുവദിച്ച് കിഫ്ബിയിൽ അതിൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി അവിടെ പ്രോജക്റ്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പ്രോജക്റ്റിൻ്റെ നടപടികൾ മുമ്പോട്ട് പോകുമ്പോൾ സർ കിഫ്ബി പദ്ധതി വഴി അങ്കമാലി ബൈപ്പാസിനുൾപ്പെടെ അങ്കമാലിയിൽ 1000-ലേറെ കോടി രൂപ അവിടെ ചെലവഴിച്ചു അനുവദിക്കപ്പെട്ടു എന്ന് ബഹുമാന്യനായ ചങ്ങനാശ്ശേരി അംഗം ഇവിടെ പറയുകയുണ്ടായി. അത് വസ്തുതാവിരുദ്ധമാണ്. അങ്ങനെ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് അദ്ദേഹം ഇവിടെ പുറത്തുവിടാൻ തയ്യാറാവണം. ആ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ അദ്ദേഹം അത് പിൻവലിക്കാൻ തയ്യാറാവണം. അത് ക്രമവിരുദ്ധമാണ്, അത് ചെയർ പരിശോധിക്കണം. സാർ, കിഫ്ബി ചെന്നാൽ അതിന് കൃത്യമായ കണക്ക് കിട്ടും. ഞാൻ ഇന്നലെ കിഫ്ബിയിൽ പോയി അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചിട്ടാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം കിഫ്ബിയിൽ ചെന്ന് എത്ര രൂപയുണ്ടെന്ന് തിരക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1000 കോടി എന്ന് പറഞ്ഞാൽ അത് കൂടുതലുണ്ട്. പ്രോജക്റ്റാണ് വന്നിരിക്കുന്നത്. ആ പ്രോജക്റ്റിൻ്റെ നടപ്പ് വശം
നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, പ്രോജക്റ്റുകൾ വന്ന് അത് MLA നേതൃത്വത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അത് നടപ്പിലാക്കുക എന്നുള്ളത് MLA കഴിവാണ്. അത് MLA അതിന് തയ്യാറാകണം, അല്ലാതെ കിഫ്ബിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാനുള്ള വേറൊരു കാര്യം, ഞാൻ കർഷക പാർട്ടിയുടെ ആളാണ്. KM മാണി സാർ ബഡ്ജറ്റിലെല്ലാം കർഷകരെ വളരെയധികം പരിപോഷിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിലും പ്രിയപ്പെട്ട ബാലഗോപാൽ റബ്ബറിന്റെ വില വർദ്ധിപ്പിച്ചു. ഈ ബഡ്ജറ്റിലും അതുപോലെ തന്നെ മറുപടി പ്രസംഗത്തിൽ റബ്ബറിന്റെ വില വർദ്ധിപ്പിക്കുമെന്ന് എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും അദ്ദേഹം ആ റബ്ബറിന്റെ വില വർദ്ധിപ്പിക്കുമെന്ന് അറിയാം. അതോടൊപ്പം നമുക്കറിയാം, നെൽകൃഷിക്കാർക്ക് വേണ്ടി 150 കോടി രൂപയാണ് അദ്ദേഹം മാറ്റിവെച്ചത്. നെൽകൃഷിക്കാരുടെ വില, അവരുടെ നെല്ല് മേടിക്കുന്ന തുക വളരെ കൃത്യമായി കൊടുക്കുവാനുള്ള നടപടി. ഞാൻ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ എനിക്ക് വളരെയധികം നെൽകൃഷിക്കാരുണ്ട്. പക്ഷെ അവരെ എല്ലാ ആളുകൾക്കും കൃത്യമായി നെല്ലിൻ്റെ വില കിട്ടുന്നുണ്ട്. ഞാൻ നെൽകൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് നെൽകൃഷിക്കാരെ വിളിച്ചു ചേർത്ത് അവരുടെ കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ നെൽകൃഷിക്കാരെ വിളിച്ചു കൂട്ടാറുണ്ട്, അവരുടെ കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. പാടി ഓഫീസറെ വിളിച്ചു വരുത്തി സംസാരിക്കാറുണ്ട്. പാടി ഓഫീസറുടെ നമ്പറുകൾ അതാത് കൃഷിഭവനിലെ നെൽകൃഷി കൺവീനർമാരെ ഏൽപ്പിക്കാറുണ്ട്. നമ്മുടെ നെല്ലിന് ശേഖരിക്കുന്ന ബില്ലുകാരെ വിളിക്കാറുണ്ട്. അവരോടൊക്കെ സംസാരിച്ചിട്ട് കൃത്യമായി ഇടപെടൽ നടത്താറുണ്ട്. അപ്പം കൃത്യമായി ഇടപെടൽ വരുമ്പോൾ കൃത്യമായി നമുക്ക് നമ്മുടെ കർഷകരെ സഹായിക്കാൻ പറ്റും. ഇവിടെ ചില ആളുകളുണ്ട്, നെൽകൃഷി വളരെ നഷ്ടത്തിലാണ്, നെൽകൃഷി നിങ്ങളെല്ലാം പിൻവലിക്കണം, അങ്ങനെ പറയുന്നത് ശരിയല്ല സാർ. നെൽകൃഷിക്കാർക്ക് പമ്പിങ് സബ്സിഡി കൊടുക്കുന്നതും ഇവിടെ എല്ലാ രീതിയിലുമുള്ള ആനുകൂല്യങ്ങൾ KM മാണി സാറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിൽ കൂടി കേരളത്തിലെ കർഷകർക്ക് നെൽകർഷകർക്ക് നൽകിയതാണ്. ഇനിയും കൂടുതലായിട്ടുള്ള സഹായം ഈ ബഡ്ജറ്റിൽ കൂടി കേരളത്തിലെ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നെൽകൃഷിക്കാർക്കെതിരെ പറഞ്ഞുകൊണ്ട് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാകാൻ പാടില്ല. സാർ, എനിക്ക് ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാറിനോട് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ തിരിച്ച് അദ്ദേഹം പറയുന്ന അവസരത്തിൽ ഇവിടെ റബ്ബറിൻ്റെ വില സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും, കൃഷിക്കാർ മാത്രമല്ല സാർ, 80 കോടി രൂപയാണ് കൃഷിപ്പടി എൻ്റെ ഗവൺമെൻറ് ആശുപത്രിക്ക് വേണ്ടി തന്നത്. അത് ടെൻഡർ നടപടി കഴിഞ്ഞ് ടെൻഡർ എടുത്ത് പണി ആരംഭിക്കാൻ പോകുന്നു. അതുപോലെ പല പദ്ധതികളും ഇവിടെ പറയാനുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഈ ഗവൺമെൻറ് ഈ ബഡ്ജറ്റ് കൂടി പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന എല്ലാ സേവനങ്ങളെയും കൂടുതൽ വളർച്ച ഈ ഇതിൽ കൂടെ കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിക്കുന്നു.